ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം സാനിറ്ററി കെമിസ്ട്രിയിലെ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് എന്നൊന്ന് ഓർമ്മപ്പെടുത്താം. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ആ റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. Redox reactions are chemical reactions which involve oxidation and reduction are widely used in titrimetric analysis. അപ്പോൾ ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻസ് നമ്മൾ വോളിയോമെട്രിക് അനാലിസിസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോ അത്തരം റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ടൈട്രേഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ടൈട്രേഷൻ നടത്തുമ്പോൾ എപ്പോഴും ഒരു രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരാൾക്കെതിരെയാണ് വേറൊരാളെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യാറ്. ഇവിടെ നമ്മൾ ആ ടൈട്രേഷൻസ് നടത്തുന്നത് ഓക്സിഡൈസിങ് ഏജൻസും റെഡ്യൂസിങ് ഏജൻസും തമ്മിലാണ്. ഓക്സിഡൈസിങ് ഏജൻസും റെഡ്യൂസിങ് ഏജൻസും തമ്മിലാണ് നമ്മൾ ടൈട്രേഷൻ നടത്തുന്നത്. ഹിയർ ഓക്സിഡൈസിങ് ഏജൻസ് ആർ titrated against reducing agents. Such titrations are called redox titrations. ഇനി പ്രധാനമായിട്ടും ഈ ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് പറയുന്നത്, ഓക്സിഡൈസിങ് ഏജൻസിന് എന്താ നടക്കുക? റിഡക്ഷൻ ആണ് നടക്കുക. റെഡ്യൂസിങ് ഏജൻസിന് എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ ഓക്സിഡൈസിങ് ഏജൻസിനെ നമ്മൾ ഓക്സിഡൻസ് എന്നും വിളിക്കും, റെഡ്യൂസിങ് ഏജൻസിനെ നമ്മൾ റിഡക്റ്റൻസ് എന്നും വിളിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിഡൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. കോമൺ ഓക്സിഡൻസ് യൂസ്ഡ് ഇൻ ടൈട്രിമെട്രി ആർ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് സീറിയം സൾഫേറ്റ്. KMnO4 അതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡന്റ്. രണ്ടാമത്തെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, K2Cr2O7, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂസ് ചെയ്യുന്ന ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന റിഡോക്സ് ടൈട്രേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഡൈക്രോമെട്രി എന്നാണ്. മൂന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിഡന്റ് ആണ് സീറിയം 4 സൾഫേറ്റ്. സീറിയം 4 സൾഫേറ്റ് യൂസ് ചെയ്തിട്ടുള്ള റിഡോക്സ് റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറിമെട്രി. അപ്പോ 3 റിഡോക്സ് ടൈട്രേഷൻസ് ആണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്: പെർമാഗ്നോമെട്രി, ഡൈക്രോമെട്രി, സീറിമെട്രി. ഇനി ഇതില് റിഡോക്സ് ടൈട്രേഷനിൽ വരുന്ന ഒരു ടൈട്രേഷനും കൂടി ഉണ്ട്, അതാണ് അയഡിമെട്രി ഓർ അയഡോമെട്രി. അയഡിമെട്രി ഓർ അയഡോമെട്രി, അതും കൂടി നമ്മൾ ഈ ഭാഗത്താണ് ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യം നമുക്ക് പെർമാഗ്നോമെട്രിനെ പറ്റി പഠിക്കാം. ആദ്യം നമുക്ക് ആരെ പറ്റി പഠിക്കാം? പെർമാഗ്നോമെട്രിനെ പറ്റി പഠിക്കാം. ടൈട്രേഷൻസ് ഇൻവോൾവ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിനെയാണ് നമ്മൾ പെർമാഗ്നോമെട്രി എന്ന് വിളിക്കുന്നത്. റിഡോക്സ് ടൈട്രേഷൻസ് വിച്ച് ഇൻവോൾവ് titration of potassium permanganate as the oxidant against reductants are called permagnometry. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ടൈട്രേഷനെയാണ് നമ്മൾ പെർമാഗ്നോമെട്രി എന്ന് പറയുന്നത്. പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അസിഡിക് മീഡിയത്തിൽ. അസിഡിക് മീഡിയത്തിൽ KMnO4 ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അസിഡിക് മീഡിയത്തിൽ. ഓക്കെ, ഇനി അതിന് പെട്ടെന്ന് അപ്പൊ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസിന് റിഡക്ഷൻ ആണ് സംഭവിക്കാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനൊരു കഴിവുണ്ട്, ഇറ്റ് ഗെറ്റ് ഈസിലി റെഡ്യൂസ്ഡ് ടു കളർലെസ് മാംഗനസ് അയോൺസ്. മാംഗനസ് അയോൺസ് എന്ന് പറഞ്ഞാൽ Mn2+. ഓക്കെ, അപ്പോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആവുമ്പോ MnO4- എന്നാണ് അതിന്റെ ഫോർമുല, മാംഗനേറ്റ് അയോണിന്റെ ഫോർമുല. മാംഗനസ് അയോൺസ് ആവുമ്പോൾ Mn2+ ആണ് ഫോർമുല. അപ്പൊ മാംഗനസ് അയോൺസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക +7 ആണ്. +7 +2 ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ നമുക്ക് അറിയാലോ അല്ലെ. എങ്ങനെയാ അത് കണ്ടുപിടിക്കാം? മാംഗനീസില് പെർമാഗ്നേറ്റിൽ എന്താണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കി, O4 MnO4ന്റെ ഓൾ ആണ് മൈനസ് ചാർജ്, ഓക്സിജന്റെ -2 ആണ് വരിക. ഇതിന്റെ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? എക്സ് പ്ലസ് -2 ഇൻറ്റു 4 എന്ത് വരും? -8. -8 ഈസ് ഈക്വൽ ടു എന്ത് വരും? -1. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു +7. +7 ആണ് ചാർജ് വരിക. അപ്പോ MnO4 മൈനസിൽ മാംഗനീസിന്റെ ചാർജ് എന്ത് വരുന്നത്? +7 ആണ്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും അത് +2 ആവുന്നു. അതായത് മാംഗനീസിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. മാംഗനീസിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, റിഡക്ഷൻ സംഭവിച്ചു. അപ്പോ ഓക്സിഡൈസിങ് ഏജൻസിന് റിഡക്ഷൻ ആണ് സംഭവിക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചത്. ഓക്കെ, അപ്പോ അത് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന് ഒരു കളർ ഉണ്ട്, അതിന്റെ ഒരു വയലറ്റ് കളറാണ് അല്ലെ. അതിന് മാംഗനസ് അയോണിന് കളർ ഇല്ല, അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇനി അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കി, +1.51 വോൾട്ട് ആണ്. അത് റിലേറ്റീവ്ലി ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? MnO4 ഹാസ് എ ഹൈ ടെൻഡൻസി ടു അണ്ടർഗോ റിഡക്ഷൻ ടു Mn2+ ആൻഡ് thereby act as a strong oxidant. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണ്, അതിനർത്ഥം അതിന് ഹൈ ടെൻഡൻസി ഉണ്ട്. അതിന്റെ Mn+7 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് Mn2+ പോകാനുള്ള ഒരു ഹൈ ടെൻഡൻസി ആർക്കുണ്ട്? മാംഗനീസിനുണ്ട്. അതുകൊണ്ട് അതൊരു സ്ട്രോങ് ഓക്സിഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു സ്ട്രോങ് ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഇൻഫാക്ട് ഓക്സിഡൈസ് ലാർജ് സ്പെക്ട്രം ഓഫ് റെഡ്യൂസിങ് ഏജന്റ്സ്. അതിന് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ, ഇപ്പൊ റെഡ്യൂസിങ് ഏജന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ്സ് ആണ് ഇത്. ഓക്സാലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഓക്സലേറ്റ്, ഫെറസ്, നൈട്രേറ്റ്, സൾഫൈറ്റ്, ആർസനൈറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് തുടങ്ങിയ റെഡ്യൂസിങ് ഏജന്റ്സിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാം? പെർമാഗ്നേറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ ഒരു എന്താ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒരു സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് ആണ്. അത് നമുക്കിവിടെ പറയാം. അത് നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ, റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആവും. എങ്ങനെയാണ് ലാബിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യാമെന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാബിൽ നമുക്ക് ബ്യൂററ്റ് ഉണ്ട്, കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. ബ്യൂററ്റിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റിനെ എടുക്കുക ബ്യൂററ്റിൽ. അതായത് ഇവിടെ KMnO4, പെർമാഗ്നോമെട്രിയിൽ KMnO4 എടുക്കുക. ഇവിടെ നമ്മളിപ്പോ ഇത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, നമുക്കറിയാം. ഇതെന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ, ഓക്സാലിക് ആസിഡ് എടുക്കാം. ഓക്കെ, ഓക്സാലിക് ആസിഡ് എടുക്കാം. ഞാൻ പറഞ്ഞു KMnO4 സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആവുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 10 ml, 10 or 20, അത് കുഴപ്പമില്ല, ഒരു ഹലോ ഹലോ
ഓക്കെ, അപ്പോ നമ്മള് ബ്യൂററ്റിൽ എപ്പോഴും എടുക്കുക KMnO4 ആണ്. അതാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ 20 ml ഓക്സാലിക് ആസിഡ് പിപ്പറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു KMnO4, അതായത് പെർമാഗ്നേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു അസിഡിക് മീഡിയം കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10 or 15 ml ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. അപ്പോഴാണ് അവിടെ ഒരു അസിഡിക് മീഡിയം കിട്ടുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ റിയാക്ഷൻ നമുക്കറിയാം, നമ്മൾ 20 ml ഓക്സാലിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ KMnO4 ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഓക്സാലിക് ആസിഡ് കളർലെസ് ആണ്. ഈ 20 ml ഓക്സാലിക് ആസിഡ് കോണിക്കൽ ഫ്ലാസ്കിൽ ഉള്ളത് കളർലെസ് ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ബ്യൂററ്റിൽ നിന്ന് KMnO4 കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ KMnO4 പ്ലസ് നമ്മള് എന്തുണ്ട്, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കില് ഓക്സാലിക് ആസിഡ് ഉണ്ട്, H2C2O4. പിന്നെ അതിന്റെ കൂടെ അതിൽ സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. അപ്പൊ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 MnSO4 പ്ലസ് H2O പ്ലസ് CO2. ഇതാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും? ഈ K2SO4 കളറില്ല, നോ കളറാണ്. MnSO4 കളറില്ല, അതും നോ കളറാണ്. വാട്ടറിന് കളറില്ല, കാർബൺ ഡൈ ഓക്സൈഡിനും കളറില്ല. അപ്പൊ ഇങ്ങനെ അവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്യൂററ്റിൽ നിന്ന് KMnO4 നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഓരോ ഡ്രോപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ഡ്രോപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് ml ഓക്സാലിക് ആസിഡ് വീഴുമ്പോഴും അവിടെ ഇത് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓക്സാലിക് ആസിഡ് തീർന്നു കഴിഞ്ഞാലും അതിന്റെ ഇക്വാലൻസ്, അപ്പൊ ആ പോയിന്റിനെ നമ്മൾ എന്താ പറയാ? ഇക്വാലന്റ് പോയിന്റ് എന്നാ പറയാ. അത് എൻഡ് പോയിന്റ് അല്ല. ലാസ്റ്റ് ഓക്സാലിക് ആസിഡ് തീർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഡ്രോപ്പ് ആവുമ്പോഴാണ് അവിടെ എപ്പോഴും നമ്മുടെ എൻഡ് പോയിന്റ് ഉണ്ടാവുക. അപ്പോ ഓക്സാലിക് ആസിഡ് ഇക്വാലന്റ് പോയിന്റിൽ തീരും. അപ്പൊ അതിനെന്തായിരിക്കും? കളർ ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? ഈ KMnO4 ഒഴിച്ച് വീഴുമ്പോൾ ഒരു പിങ്ക് കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ കളർ ഉണ്ടാവില്ല. പക്ഷേ ഒരു എക്സ്ട്രാ ഒരു KMnO4 കൂടി ആഡ് ചെയ്യാണ് കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. എല്ലാ ഓക്സാലിക് ആസിഡും തീർന്നതിന് ശേഷം, ഇവിടെ റിയാക്ട് ചെയ്യാനുള്ള എല്ലാ ഓക്സാലിക് ആസിഡും തീർന്നതിന് ശേഷം നമ്മളൊരു എക്സ്ട്രാ ഡ്രോപ്പ് KMnO4 അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പിങ്ക് കളർ വരും. അവിടെ ഒരു പിങ്ക് കളർ അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു പെർമനന്റ് പിങ്ക് കളർ ആ സൊല്യൂഷന് വരും. അതായത് സ്വയം ഒരു കളർ ആർക്കുണ്ട്? KMnO4 ഉള്ളത് കൊണ്ട്, ഇങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് അതൊരു സെൽഫ് ഇൻഡിക്കേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെർമാഗ്നോമെട്രിയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ചേർക്കേണ്ട കാര്യമില്ല. പെർമാഗ്നോമെട്രിയിൽ നമ്മൾ എന്ത് ചേർക്കേണ്ട കാര്യമില്ല? ഇൻഡിക്കേറ്റർ ചേർക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അസിഡിക് മീഡിയം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് ചേർക്കുന്നത്. നമ്മൾ കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നില്ല. കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ HNO3 ഡൈല്യൂട്ടും പറ്റില്ല, കോൺസെൻട്രിക്കും പറ്റില്ല. അതിനുള്ള കാരണം എന്താണ്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിനുള്ള കാരണം കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡും HNO3 നമ്മൾ കനോട്ട് ബി യൂസ്ഡ് ഫോർ അസിഡിക് മീഡിയം. കാരണം ഇത് രണ്ടും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അപ്പൊ അത് KMnO4 ആക്ഷനെ ഇന്റർഫിയർ ചെയ്യും. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അസിഡിക് മീഡിയം പെർമാഗ്നോമെട്രിയിൽ അസിഡിക് മീഡിയത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്ത കോമ്പൗണ്ട് ഏതൊക്കെ, അല്ലെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഡൈല്യൂട്ട് H2SO4 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക. KMnO4 ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. കാരണം അതിൽ എപ്പോഴും ഒരു ഈ മാംഗനീസ് ഡയോക്സൈഡിന്റെ
ട്രേസസ് ഉള്ളത് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് നമ്മൾ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ മോർസോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാറുള്ളത്. അപ്പൊ KMnO4 ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല എന്ന പോയിന്റ് എപ്പോഴും മനസ്സിൽ വെക്കണം. KMnO4 ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, പെർമാഗ്നോമെട്രിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ പോയിന്റ്സ് തന്നെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അസിഡിക് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രിക് H2SO4 ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ആ പോയിന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല, കാരണം അത് കണ്ടാമിനേറ്റഡ് വിത്ത് മാംഗനീസ് ഡയോക്സൈഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ മോർസാൾട്ട് യൂസ് ചെയ്യും. ആ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈക്രോമെട്രിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈക്രോമെട്രി. ഡൈക്രോമെട്രിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഡൈക്രോമെട്രി എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡൈക്രോമേറ്റിനെയാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. അതും അസിഡിക് മീഡിയത്തിലാണ്. അതും ഏതിലാണ് യൂസ് ചെയ്യുന്നത്? അസിഡിക് മീഡിയത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ K2Cr2O7 നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. അതിനൊരു ഓറഞ്ച് കളറാണുള്ളത്, നല്ല ഭംഗിയുള്ള ഒരു ഗ്ലിറ്ററിങ് ഓറഞ്ച് കളറാണുള്ളത്. ഓക്കെ, അത് നമ്മള് എന്താ പറയാ, അത് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അതിനൊരു യെല്ലോ കളർ, ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ആ സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ അതും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിനെങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് എടുക്കുന്നത് K2Cr2O7 ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. റിഡക്റ്റന്റ് ആയിട്ട് നമുക്ക് ഏതിനെ തന്നെ എടുക്കാം? ഓക്സാലിക് ആസിഡിനെ തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതും സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. ഈ റിയാക്ഷന്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഡൈക്രോമെട്രിക് ടൈട്രേഷൻ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഫെറസ് സൾഫേറ്റിനെതിരെയാണ് ഇതിനെ ടൈട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ K2Cr2O7 പ്ലസ് 7 സൾഫ്യൂരിക് ആസിഡ് പ്ലസ് 6 FeSO4 gives K2SO4 Cr2SO4 thrice 7H2O plus 3 Fe2SO4 thrice. ഇവിടെ ക്രോമിയത്തിന് എന്താ നടക്കുക? K2Cr2O7 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതിന് എന്താ നടക്കുക? റിഡക്ഷൻ ആണ് നടക്കുക. അപ്പൊ K2SO4 thrice എന്ന് പറയുന്ന കോമ്പൗണ്ടില് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 3 ആയിരിക്കും. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇനി ഇത് സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ബ്യൂററ്റിൽ ഏതാ എടുക്കുക? ബ്യൂററ്റിൽ നമ്മൾ K2Cr2O7 ആണ് നമ്മൾ ബ്യൂററ്റിൽ എടുക്കുക. ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലാണ് എടുക്കുക. പിപ്പറ്റ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ്? സെൽഫ് ഇൻഡിക്കേറ്റർ അല്ല. ഇവിടെ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ അല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്ററിന് ചൂസ് ചെയ്യുന്നത് 2 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഇവിടെ. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡും ചെയ്യും, ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡും ചെയ്യും. അപ്പൊ എന്താണ് ഈ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് ഇത് ആദ്യം എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് ലാബിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് ആദ്യം ഒന്ന് പറയാം.
ഓക്കെ, ലാബിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബ്യൂററ്റ് ഉണ്ട്, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന K2Cr2O7, ഇതിലെടുത്തിരിക്കുന്നത് ഫെറസ് സൾഫേറ്റ്. ആ എക്സാമ്പിളാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഫെറസ് സൾഫേറ്റ് പ്ലസ് ഇതിന്റെ കൂടെ നമ്മൾ എന്തും ആഡ് ചെയ്തിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ എന്തും ആഡ് ചെയ്തിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് മൂന്നും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയാ കിട്ടുന്നത്? എന്താ കിട്ടുന്നത് നമ്മൾ പറഞ്ഞതാണ്. ആ റിയാക്ഷൻ എന്ന് എഴുതാം. K2Cr2O7 പ്ലസ് H2SO4 പ്ലസ് FeSO4 gives K2SO4 plus Cr2SO4 thrice plus 7H2O plus 3Fe2SO4 thrice. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ എൻഡ് പോയിന്റിന്റെ സമയമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എന്ന് നോക്കുക. അതിന് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മുടെ ബ്യൂററ്റില് K2Cr2O7 ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 15 ml ഒക്കെ, ഒരു 15 ml K2Cr2O4 ആഡ് ചെയ്യാം. K2Cr2O7 ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒരു ടൈലിന്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ കോണിക്കൽ ഫ്ലാസ്ക് എന്നുള്ള ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക. കോണിക്കൽ ഫ്ലാസ്ക് എന്നുള്ള ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക. അതിൽ എന്തുണ്ടായിരിക്കും? ഫെറസ് സൾഫേറ്റ് ഉണ്ട്. ഫെറസ് സൾഫേറ്റ് മുഴുവൻ തീർന്നു പോയിട്ടില്ല, കാരണം എൻഡ് പോയിന്റ് 15 ml അല്ല എന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ ഡ്രോപ്പിൽ എന്തുണ്ട്? ഫെറസ് സൾഫേറ്റ് ഉണ്ട്. എന്തുണ്ട് അവിടെ? ഫെറസ് സൾഫേറ്റ് ഉണ്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആഡ് ചെയ്യുക. ആ ഡ്രോപ്പിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആഡ് ചെയ്യുക. പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആഡ് ചെയ്യുക. പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആഡ് ചെയ്യുക. അതിനൊരു ബ്ലൂ കളർ ഉണ്ടാവും. അതിനെന്തുണ്ടാവും? ഒരു ബ്ലൂ കളർ ഉണ്ടാവും. അതായത് അയേണിന്റെ കണ്ടന്റ് FeSO4 അവിടെ ഉള്ളിടത്തോളം നമ്മൾ ഇങ്ങനെ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ 16 ml ആഡ് ചെയ്യുക, അങ്ങനെ എടുക്കുക, ഇത് അഴിച്ചു വെക്കുക, അപ്പൊ ഒരു ബ്ലൂ കളർ ഉണ്ടാവും. 17 ml ആഡ് ചെയ്ത ശേഷം വീണ്ടും ആ കോണിക്കൽ ഫ്ലാസ്ക് എന്നുള്ള സൊല്യൂഷനിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുക്കുക, ഇത് ആഡ് ചെയ്യുക, അപ്പോഴൊക്കെ അതിനൊരു ബ്ലൂ കളർ ഉണ്ടാവും. അവിടെ Fe2+ അയോണ് ബാക്കിയുള്ളത് കൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്ലൂ കളർ കിട്ടുന്നത്. അപ്പൊ Fe2+ അയോണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടില്ല? ഈ ബ്ലൂ കളറ് കിട്ടില്ല. ഫെറിസൈനോഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ബ്ലൂ കളർ കിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് FeSO4ഉം പൊട്ടാസ്യം ഫെറോസൈനൈഡും ചേർക്കുമ്പോൾ അതിന് ബ്ലൂ കളർ കിട്ടുന്നത്? അവിടെ പ്രഷ്യൻ ബ്ലൂ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അവിടെ എന്ത് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്? പ്രഷ്യൻ ബ്ലൂ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ in this method the endpoint is detected externally by testing a drop of the solution with potassium ferrocyanide. Ferrous ions gives blue color with ferricyanide due to the formation of Prussian blue, and a chemical formula ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് KFeFeCN6. At the end point no ferrous ions are present. Ferrous ions മുഴുവൻ റിയാക്ട് ചെയ്ത് കഴിയും. And the test drop gives no blue color with ferricyanide. അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡില് ഡൈക്രോമെട്രിയില് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യാം. ഇനി അടുത്തതാണ് ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ്. അത് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അത് ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് റിഡോക്സ് ഇൻഡിക്കേറ്റർ എന്നും കൂടിയും വിളിക്കാം.
റിഡോക്സ് ഇൻഡിക്കേറ്റർ. അങ്ങനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് ഡൈക്രോമെട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് എൻ ഫീനൈൽ. ആ പേരുകൾ നോക്കി വെച്ചാൽ മതി. എൻ ഫീനൈൽ ആന്ത്രാനിലിക് ആസിഡ്, സോഡിയം ഡൈഫീനൈലമീൻ, എൻ ഫീനൈൽ ആന്ത്രാനിലിക് ആസിഡ്, സോഡിയം ഡൈഫീനൈലമീൻ സൾഫോണേറ്റ്. ഓക്കെ, ഈ രണ്ടെണ്ണം നോക്കി വെക്കാം. ഒന്നും കൂടി ഉണ്ട്, ഡൈഫീനൈലമീൻ, 3 ഇതൊക്കെയാണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ്. അത് ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡിലാണ് നമ്മൾ ഇവരെന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. ഇനി റിഡോക്സ് ടൈട്രേഷനിൽ വരുന്ന വേറെ 2 ടൈട്രേഷൻസ് ആണ് അയഡിമെട്രി ആൻഡ് അയഡോമെട്രി. അയഡിമെട്രി ആൻഡ് അയഡോമെട്രി. അയഡിമെട്രിയിലും അയഡോമെട്രിയിലും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അയഡിനെ തന്നെയാണ്. ഓക്സിഡൈസിങ് ഏജന്റായി യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? അയഡിനെയാണ്. പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അയഡിമെട്രി അയഡോമെട്രി ഇതിന് 2 പേരുകൾ വന്നിരിക്കുന്നത്. രണ്ടിലും ഓക്സിഡൈസിങ് ഏജന്റ് അയഡിൻ തന്നെയാണ്. ആ വ്യത്യാസം ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് അയഡിമെട്രി എടുക്കുക. അയഡിമെട്രി. അയഡിമെട്രിയിൽ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് അയഡിൻ തന്നെയാണ്. ഓക്സിഡൈസിങ് ഏജന്റ് അയഡിൻ തന്നെയാണ്. വേഴ്സസ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ടൈട്രേഷൻ നടക്കുന്നത്. പക്ഷേ അയഡോമെട്രിയില് ഈ അയഡിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അയഡിനെ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. റിയാക്ഷൻസ് നടത്തിയിട്ട് അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു അയഡിൻ കിട്ടില്ലേ നമുക്ക്? അതായത് സെർട്ടൈൻ റിയാക്ഷൻസ് നടത്തി അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന അയഡിൻ, ലിബറേറ്റ് ചെയ്യുന്ന അയഡിനും റെഡ്യൂസിങ് ഏജന്റും വഴിയാണ് നമ്മളിവിടെ ടൈട്രേഷൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പേരിലുള്ള വ്യത്യാസം. അപ്പൊ ഡയറക്റ്റ് അയഡിൻ ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് നമ്മളെ ടൈട്രേഷൻ ആണെങ്കിൽ നമ്മൾ അതിന് അയഡിമെട്രി എന്ന് പറയും. ലിബറേറ്റഡ് അയഡിൻ വേഴ്സസ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ടൈട്രേഷൻ നടത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ അയഡോമെട്രി എന്ന് പറയും. അയഡോമെട്രി എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നോട്ട്സ് നോക്കാം എന്താ പറയണെന്ന്. അയഡിമെട്രി ആൻഡ് അയഡോമെട്രി ബോത്ത് ഇൻവോൾവ് ടൈട്രേഷൻസ് ഇൻ വിച്ച് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് അയഡിൻ. രണ്ടിലും ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? അയഡിൻ തന്നെയാണ്. The direct titration of standard solution of iodine against a reducing agent is called iodimetry. Standard solution of iodine reducing agent തമ്മിലുള്ള direct titration ആണ് നമ്മൾ iodimetry എന്ന് പറയുന്നത്. While the titration of iodine liberated from a chemical reaction, അതാണ് ശ്രദ്ധിക്കുന്നത്. Titration of iodine liberated from a chemical reaction with the reducing agent is called iodometry. Clear? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ്സ് നമ്മൾ ലാബിലൊക്കെ ഉപയോഗിച്ചിരുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്, Na2S2O3. പിന്നെ നമുക്ക് സോഡിയം ആർസനേറ്റ് യൂസ് ചെയ്യാം, ആർസീനിയസ് ഓക്സൈഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മള് ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് നമ്മൾ അയഡിമെട്രി ആൻഡ് അയഡോമെട്രിയിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ആയിട്ട്? സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു റിയാക്ഷൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. റിയാക്ഷൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പാടുള്ളൂ? സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ അത് ചെയ്യാം? ഇവിടെ അയഡോമെട്രി, ആദ്യം അയഡോമെട്രിനെ പറ്റി പറയാം. അയഡോമെട്രിയിൽ നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്നത് സോഡിയം തയോസൾഫേറ്റിനെയാണ് കേട്ടോ, Na2S2O3, സോഡിയം തയോസൾഫേറ്റിനെയാണ്. പിന്നെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നത് അയഡിനെയാണ്, 20 ml പിപ്പറ്റ് ചെയ്തിട്ട്. ഡയറക്റ്റ് ആയിട്ട് അയഡിനും ഇത് വെച്ചിട്ടുള്ള ടൈട്രേഷൻ അല്ലേ.
ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എങ്ങനെ റിയാക്ട് ചെയ്യും? അയഡിൻ സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതൊരു എക്സാമ്പിൾ പറയണമെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് കിട്ടുക എന്താണ്? Na2S4O6 പ്ലസ് NaI. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. അപ്പൊ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയാക്ഷൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചേർക്കാൻ പാടുള്ളൂ. അപ്പോ സ്റ്റാർച്ച് സൊല്യൂഷനും I2വും, അതായത് സ്റ്റാർച്ച് സൊല്യൂഷനും അയഡിനും NaIയുടെ പ്രസൻസിൽ എന്താ തരിക? കളറ് ബ്ലൂ കളർ തരും. ബ്ലൂ കളർ Na അവിടെ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ബ്ലൂ കളറാ കിട്ടുക. ഓക്കെ, ഇനി അയഡിൻ കഴിഞ്ഞാൽ, അയഡിൻ റിയാക്ട് ചെയ്ത് മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കളർലെസ് ആയിട്ട് മാറും. Na അവിടെ ഉണ്ട്, I2 ഉണ്ട്, അത് NaIയുമായിട്ട് റിയാക്ട് ചെയ്താൽ, NaIയും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കളർ ബ്ലൂ കളറാണ്. അപ്പൊ അവിടെ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ടു കളർലെസ് ആണ് എൻഡ് പോയിന്റ്. ബ്ലൂ ടു കളർലെസ് ആണ് ഇവിടെ എൻഡ് പോയിന്റ്. കളർലെസ് ആണ് ഇവിടെ എൻഡ് പോയിന്റ്. കാരണം എൻഡ് പോയിന്റിൽ അവിടെ I2 ഉണ്ടാവില്ല, NaI മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ I2 ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന്റെ കളർ ബ്ലൂ ടു കളർലെസ് ആണ് എൻഡ് പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏത് ടൈട്രേഷനിൽ? അയഡിമെട്രിയില്. ക്ലിയർ അല്ലേ? ഇത് കണ്ടോ? വൺസ് ദ ഹോൾ അയഡിൻ ഈസ് റെഡ്യൂസ്ഡ് ടു അയഡൈഡ്, ദ എബോവ് ബ്ലൂ കളർ വാനിഷസ് ആൻഡ് ദെർബൈ ഗിവ്സ് ദ എൻഡ് പോയിന്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് അവിടെ. ഇതേതാണ്? നമ്മുടെ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്, അതാണ് അയഡോമെട്രി. അയഡോമെട്രി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഒരു റിയാക്ഷൻ വഴി ലിബറേറ്റ് ചെയ്ത അയഡിനും അതുപോലെ റെഡ്യൂസിങ് ഏജന്റും തമ്മിലുള്ള ടൈട്രേഷൻ ആണ് അയഡോമെട്രി. അപ്പൊ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട്, അയഡോമെട്രിക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എടുക്കുന്ന Na2S2O3 സോഡിയം തയോസൾഫേറ്റ് വാസസ് കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. കോപ്പർ സൾഫേറ്റ് ആണ് എടുക്കുന്നത്. ഇവിടെ കോപ്പർ അയോൺസ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവർ നമ്മൾ ഡയറക്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ ആദ്യം KIയുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് നമ്മൾ 20 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്യും. അതിലേക്ക് നമ്മൾ KI എക്സസ് ആയിട്ട് ചേർക്കും, KI കുറച്ചധികം ചേർക്കും. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റും KIയും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? K2SO4 പ്ലസ് CuI2 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ C2I2 കോപ്പർ അയഡൈഡ് Cu2I2 ആയിട്ട് മാറും. എന്നിട്ട് അവിടുന്ന് അയഡിൻ ഉണ്ടാവും. നോക്കിയേ, അവിടുന്ന് അയഡിൻ ലിബറേറ്റ് ആവും. മൂന്നാമത്തെ സ്റ്റെപ്പില് ഈ അയഡിനും ആരും നമ്മൾ ടൈട്രേഷൻ നടത്താം. സോഡിയം തയോസൾഫേറ്റ് നമ്മൾ ടൈട്രേഷൻ നടത്തിക്കൂടെ? അപ്പൊ അത് തമ്മിൽ റിയാക്ഷൻ നടക്കും. അപ്പോ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? Na2S4O6ഉം NaIയും കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് അയഡിന്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് CuI2 അയഡിന്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് CuI2ന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് അതിൽ കോപ്പർ സൾഫേറ്റിൽ എത്ര കോപ്പർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. കുറച്ച് ലെങ്തിയാണ്, സാധാ ടൈട്രേഷന്റെ പോലെയുള്ള കാൽക്കുലേഷൻ അല്ല. കാൽക്കുലേഷൻസ് ഇവിടെ നമുക്ക് തിയറിയിൽ പഠിക്കാനില്ല, അതുകൊണ്ട് ഇത്രയാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അയഡോമെട്രിയിൽ നമ്മൾ ലിബറേറ്റഡ് അയഡിൻ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ KI ചേർക്കുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. KIയുടെ പ്രസൻസിലാണ് കോപ്പർ സൾഫേറ്റ് KIയും കോപ്പർ സൾഫേറ്റും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് അയഡിൻ ശരിക്കും പറഞ്ഞാൽ ലിബറേറ്റ് ചെയ്യുന്നത്. ആ അയഡിനും നമ്മുടെ സോഡിയം തയോസൾഫേറ്റും വെച്ചിട്ടാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്
ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്? പെർമാഗ്നോമെട്രി, ഡൈക്രോമെട്രി ആൻഡ് ഐഡോമെട്രി. ഇത് മൂന്നും ഏത് ടൈട്രേഷൻ ആണ്? ഇത് മൂന്നും റിഡോക്സ് ടൈട്രേഷൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് കുഞ്ഞൊരു ടോപ്പിക്കും കൂടി ഇന്ന് നോക്കാനുണ്ട്. അതാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. അതാണ് ഏത്? പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. അതാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. അത് കുഞ്ഞൊരു ടോപ്പിക്കാണ്. എന്താണ്? ജസ്റ്റ് അത് മാത്രമേ പറയുന്നുള്ളൂ. നോക്കാം. പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Precipitation titrations are those in which the reaction between titrant and analyte solution is accompanied by the formation of a precipitate. അതായത് ടൈട്രന്റും അനലൈറ്റ് സൊല്യൂഷനും തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. അത്തരത്തിലുള്ള ടൈട്രേഷനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഈ ടൈട്രേഷൻ നടക്കണമെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് റിയേജന്റ് വേണം. അതിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. ഓക്കെ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രസിപ്പിറ്റേറ്റിംഗ് റിയേജന്റ് യൂസ്ഡ് ഈസ് സിൽവർ നൈട്രേറ്റ്. Precipitation titrimetry involving silver nitrate is referred to as argentometry. അപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അർജന്റോമെട്രി ഏത് വിഭാഗത്തിൽ പെടുന്ന ടൈട്രേഷൻ ആണ്? അർജന്റോമെട്രി പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനിൽ പെടുന്ന ടൈട്രേഷൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ചെയ്യണം. അർജന്റോമെട്രി പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനിൽ വരുന്നതാണ്. ഇനി ഇവിടെ ഏതാണ് നമ്മൾ ഏതിനെതിരെയാണ് നമുക്ക് അർജന്റോമെട്രിയിൽ നമ്മൾ ടൈട്രന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതിനെയാണ്? സിൽവറിനെയാണ്, സിൽവർ നൈട്രേറ്റിനെയാണ്. അപ്പോ അതിനെതിരെ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? അർജന്റോമെട്രിക് ടൈട്രേഷൻസ് ഇൻക്ലൂഡ് ദോസ് ഓഫ് സിൽവർ നൈട്രേറ്റ് എഗെയിൻസ്റ്റ് ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്, തയോസൈനേറ്റ്, സയനേറ്റ്, സയനൈഡ്, മെർകാപ്റ്റൻസ്, ഫാറ്റി ആസിഡ്സ്, സെവറൽ ഡൈവാലന്റ് ഇനോർഗാനിക് ആനിയോൺസ്. അപ്പൊ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനിൽ നമുക്ക് ഇവർക്കൊക്കെ എതിരെ ഏത് യൂസ് ചെയ്യാം? സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈട്രേഷൻ നടത്താനായിട്ട് കഴിയും. ഓക്കെ. ഇനി ഇപ്പൊ ഒരു എക്സാമ്പിൾ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനിന്റെ ഒരു പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ക്ലോറൈഡ് അയോണിനെയാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. എ ക്ലോറൈഡ് അയോൺ സൊല്യൂഷൻ ക്യാൻ ബി ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡഡ് ഫ്രം പ്യൂറേറ്റ്. സിൽവർ നൈട്രേറ്റ് നമ്മൾ പ്യൂറേറ്റിൽ എടുക്കുക യൂസിങ് ക്രോമേറ്റാസ് ഇൻഡിക്കേറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ക്രോമേറ്റ് ആണ്. അപ്പൊ അവിടെ എന്താ നടക്കുക? ഈ സിൽവർ നൈട്രേറ്റ് സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഈ ക്രോമേറ്റ് ഈ ക്ലോറൈഡ് സൊല്യൂഷൻ ഒരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. ക്രോമേറ്റ് നമ്മൾ പൊട്ടാസ്യം ക്രോമേറ്റ് അതിൽ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു യെല്ലോ കളർ കൊടുക്കും. ഓക്കെ. എന്നിട്ട് അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഈ ക്രോമേറ്റ് സിൽവർ അയോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിനൊരു ബ്രിക്ക് റെഡ് സിൽവർ ക്രോമേറ്റിന്റെ കളർ വരും. Ag2CrO4 ആണ് ഫോം ചെയ്യുക. ഓക്കെ. ഇക്വാലൻസ് പോയിന്റ് റീജിയനിൽ. പക്ഷേ എൻഡ് പോയിന്റ് ആവുമ്പോൾ ഈ AgCl കൊയാഗുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് Ag+ അയോൺസിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഈ ബ്രിക്ക് റെഡ് കളറിന്ന് അതിനൊരു റെഡിഷ് ടിഞ്ച് കളറാണ് വരിക. ആ പ്രസിപ്പിറ്റേറ്റിന് ഒരു റെഡിഷ് ടിഞ്ച് കളറാണ് വരിക. അപ്പൊ നമ്മൾ ഈ അർജന്റോമെട്രിക് ടൈട്രേഷൻസിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതിന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കുക. ഫ്ലൂറസീൻ, ഡൈക്ലോറോഫ്ലൂറസീൻ, ഇയോസീൻ, റോഡാമൈൻ 60. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഈ റിയാക്ഷൻസിലൊക്കെ അല്ലെങ്കിൽ ഈ ടൈട്രേഷൻസിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഓരോ റിയാക്ഷൻസിലും ടൈട്രന്റ് ഏതാണ്, അനലൈറ്റ് ഏതാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ്, അവിടെ എന്താണ് എൻഡ് പോയിന്റിലുള്ള കളർ ചേഞ്ച്. ഓക്കെ. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.